അമ്മായിപ്പോര് കൊണ്ട് ജീവിതം ജീവിക്കുന്ന, ജീവിതം നഷ്ടപ്പെട്ട് നടക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടിയെ അള്ള പടച്ചല്ല റബ്ബേന്ന് വിളിച്ചാൽ അതും അള്ള സ്വീകരിക്കൂലേ? എന്ത് കടുപ്പം കാണിക്കുന്ന അമ്മായിമ്മമാരുണ്ട്. അത് ഞാൻ പറയണോ? ഞാൻ പറയണ്ട. എന്തോ ഒരു കടുപ്പം കാണിക്കുന്ന ഉമ്മമാരാണ് അറിയാം. മരുമക്കളുടെ ഇറച്ചി തിന്നില്ലെങ്കിൽ പച്ചിറച്ചി എന്ന് പറയാം. ആ മരുമക്കളുടെ പച്ചിറച്ചി കടിച്ചില്ലെങ്കിൽ ഉറക്ക് വരാത്ത എത്ര അമ്മായിമ്മമാരുണ്ട്. എന്ത് ചെയ്താലും ശരി അൽഹംദുലില്ലാ പറയൂല. കുറേ തള്ളാരുണ്ട് അങ്ങനെ. ഒരൽഹംദുലില്ലാ പറയാത്ത എൻ്റെ മരുവോൾ അൽഹംദുലില്ലാ, ഓള അടിച്ചു വാരിയ കോലം, കഴുകിയ കോലം. എന്നിട്ട് അപ്പൻകുട്ടി കഴുകിയോടത്തന്നെ ഒന്നുകൂടെ പോയി കഴുകുക. അമ്മായിമ്മ വീർത്തി കെട്ട, ഞാൻ പറഞ്ഞാൽ കടുപ്പായി പോവും. എന്തൊരു ശൈലിയും. മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന ഉമ്മമാർ. സഹോദരിമാരോട് ഈ ഉമ്മമാരോട് പറയാ, ഇത് കുട്ടികൾ മാത്രമല്ല ഉമ്മമാരും ശ്രദ്ധിക്കണം കേട്ടാ. മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന അമ്മായിമ്മ അനുഭവിച്ചിട്ട് ഉമ്മമാരങ്ങൾ ഭരിക്കൂ. കുട്ടിക്കളിയല്ലതൊന്നും. മരുമക്കളുടെ കണ്ണീര് കുടിപ്പിക്കരുത്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മരുമക്കളുടെ കത്ത് അമ്മായിമ്മ നോക്കുന്നതും വായിക്കുന്നതും അത് തെറ്റാണ്. കാരണം ഈ മരുമകൾ എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഭാര്യയോട് പലതും എഴുതും. അതൊന്നും അമ്മായിമ്മ എടുത്ത് വായിക്കാൻ പാടില്ല. ഭർത്താവ് ഭാര്യയോട് എല്ലാ തമാശകളും പറയും. എന്തൊക്കെ സന്തോഷകരമായ കാര്യങ്ങൾ അതൊക്കെ പറയുമ്പോൾ അതിനൊന്നും എന്താവരുത്, അതിലൊക്കെ അമ്മായിമ്മ സന്തോഷിക്കുക വേണ്ടത്. ഒരു മോന് ആ മോൻ്റെ ഭാര്യയോട് ഇങ്ങനെ തമാശ പറയുമ്പോൾ സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്നൊരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മയുടെ മനസ്സ് ശുദ്ധാണെന്ന് നിൽക്കുക. നേരിച്ച് സ്വന്തം മക്കള് ഭാര്യയോട് ഇങ്ങനെ തമാശയും സന്തോഷമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുടിസുള്ള അമ്മായിമ്മ ഉണ്ടാകും. മനസ്സിങ്ങനെ കുടിസായിട്ട് അത് ഇടങ്ങാറൊടിച്ച അമ്മായിമ്മയാണ്. മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സ് പാകപ്പെട്ടിട്ടില്ല, വല്ലാത്തൊരു വിഷയം. അപ്പോൾ വിശാലത ഉണ്ടാവണം ഒരിക്കലും തന്നെ. പക്ഷേ ളറൂറത്തിൻ്റെ ഘട്ടത്തിൽ അമ്മോശം അമ്മായിമൊക്കെ വായിക്കുമ്പോഴാണ്. ഇന്നിപ്പോൾ കത്തല്ല, ഇന്നിപ്പോൾ ഒക്കെ മൊബൈലാണ് വെക്കേണ്ടത്. ഇന്നിപ്പോൾ മൊബൈലാ പ്രശ്നം. അപ്പോൾ ഒരു മരുമകൾക്ക് വരുന്ന ഫോണ് മറ്റൊക്കെ അത് അമ്മായിമ്മ ഇങ്ങനെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അമ്മോശം എടുത്ത് ഇങ്ങനെ നോക്കുക, അതൊന്നും പറ്റൂല. എന്നാൽ സംശയമുണ്ടെങ്കിലോ ആ അസ്ഥാനത്ത് മോനെടുക്കും, മോൻ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 2 മണിക്ക് രാത്രി 1:30 മണിക്കൊക്കെ വാട്സപ്പിലും മറ്റൊക്കെ ഇങ്ങനെ. അപ്പോൾ ഒരു സംശയം കുടുങ്ങിയാൽ അത് അമ്മായിമ്മയുടെയും അമ്മോശൻ്റെ ബാധ്യതയാണ്. അവളെ വീക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ നഷ്ടപ്പെടുക പെൺകുട്ടി. ഇപ്പോൾ എനിച്ചപ്പോൾ 2-3 മക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ല, നഷ്ടപ്പെടും. കാരണം അവൾ ചാടിപ്പോള വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ മൊബൈൽ തന്നെയാണ് കാരണം. അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ശ്രദ്ധിക്കണ്ട. പക്ഷേ എല്ലാ വിഷയത്തിനുണ്ടല്ല അതിങ്ങനെ എന്താ പറയുക, ഈ ചില ഉപ്പാരിങ്ങനെ അത് പറഞ്ഞ കാട് കയറുന്ന ഒരാളാണ്. ബാതിലൊക്കെ അത് പറഞ്ഞ വല്ലാതെ പറയുന്ന ഒരാളാണ് ഞാൻ. ചില ഉപ്പി ഉമ്മി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കീർത്തിക്ക 24 മണിക്കൂറും മക്കളിനെ ഉരുട്ടി എങ്ങോട്ടാ പോണു, എന്തിനാ പോണു, എന്തേ, എപ്പോഴാ വരിക, അടച്ചവനെ. അപ്പം ഈ മക്കൾ പുതിയ യുഗമാണ്. ഇതൊന്നും ചോദിക്കാൻ നടക്കരുത്, ശ്രദ്ധിക്കണം. ചോദിക്കുമ്പോഴൊക്കെ മക്കളുടെ ശൈലി മാറും. അത് പല വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൽവിലുണ്ടാവും വേണം. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ല. മക്കളാണ്, അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവരുടെ ഭാര്യ മക്കൾ അവരങ്ങനെ റാഹത്തായിട്ട് ജീവിക്കട്ടെ, അവർ റാഹത്തായി ജീവിക്കണം. കീർത്തിക്കാനും മറ്റും ചില ആളുകളൊക്കെ ഒന്ന് ഉംറ കഴിഞ്ഞ് വന്നാൽ മതി. നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം എനിക്കൊരു എഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഉംറ കഴിഞ്ഞ് വന്നു, ഒരു ഉംറക്ക് പോയി വന്നാൽ ഇത്ര അദാബ് ദുനിയാലും വരണ്ടാവില്ല. നിങ്ങൾക്ക് ഉംറക്ക് പോയി വന്ന ആളാണ്, അയാളെ കൊണ്ടുള്ളൊരു അദാബ് എന്താ നിങ്ങൾ. അപ്പം എന്താ, ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെയോ ഇങ്ങോട്ട് കേട്ടിട്ടേ 313 യാസീനൊക്കെ ഓതിപ്പിക്കണ ഭാര്യനെ കൊണ്ടേ. 313 യാസീൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഉംറക്ക് പോയ ആളെ മരിക്കണത് മുഴുവനും ഭാര്യയുടെ. എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരാളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിങ്ങൾക്ക് ഓർക്കണ്ട, നമ്മളെ കൂടെ ഹജ്ജിന് വന്നാൽ ഇപ്പോഴും അവർ തമാശ പറയാറുണ്ട്. ഞാൻ ഹജ്ജിന് പോയി വന്ന ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആൾ പള്ളി പോയി നിസ്കരിക്കൂല. 5 വക്തോടെ വരെ നിങ്ങൾ പരീന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങൾ ജമാഅത്ത്? ഒന്നുമില്ലേ, ഞാനും അജ്ജുമ്മ ഇങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ഞാനും അജ്ജുമ്മ ഇങ്ങനെ ജമാഅത്തായിട്ട്.
അങ്ങനെ സുബഹ് ബാങ്ക് വിളിക്കുന്ന 1 മണിക്കൂർ മുമ്പ് അജ്മാനെ വിളിച്ചോണത്തു. എന്തിനാണ് ഈ ഇടങ്ങാറൊക്കെ? അവർ വേണമെങ്കിൽ ചെയ്തിട്ട് നമ്മൾ തമാശക്കൊക്കെ പറഞ്ഞു വെക്കുക. ഈ കീർത്തിച്ചിട്ട് ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ നിസ്കരിപ്പിച്ച് ചെല്ലിപ്പിച്ച് എന്താണതൊക്കെയാണ്. അങ്ങനെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽപ്പിക്കും. ബാങ്ക് വിളിച്ച 2 റക്അത്ത് സുന്നത്ത് ഈ മനുഷ്യൻ ഇമാം മൗമൂമായിട്ട്. അപ്പോൾ കുട്ടികളൊന്നും തുടരില്ല, മരുക്കളും അവർ ഒറ്റക്ക് നിസ്കരിക്കും, ആൺകുട്ടികൾ പള്ളിയിൽ പോകും. ആ ഒരവസ്ഥയിൽ അപ്പോൾ ആചാര്യർക്ക് വല്ല വെറുപ്പ് വരിക, മക്കളോട് വെറുപ്പ്, എല്ലാം വിഷയം. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുക, നിങ്ങൾ അങ്ങനെ നിസ്കാരിക്കാൻ വരുന്ന ഒരു എന്താ അതിന് പീഠം, മുസാഫ് ഒന്നും മൂലയല്ല വെക്കുക, ഒരു പീഠം. ആ പീഠം കൊണ്ടു വെച്ചാൽ അവിടെ മുസാഫ് തുറന്നു വെക്കുക. എന്നിട്ട് ഇയാൾ 5-6 പേജ് ഇങ്ങനെ മറിച്ചു ഓതെ ഇമാമത്തേക്ക് 1 റക്അത്തിന്. പള്ളിയത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടും ആചാര്യ ജമാഅത്ത് കഴിയണില്ല. അജ്ജുമ്മാൻ്റെ ഒരു അദാബ് ആരോടാ പറയാൻ, അജ്ജുമ്മയുടെ അദാബ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആചാര്യ പറഞ്ഞു, ദ്വാരിക്കും ഉസ്താദെ, നമ്മളെ അജ്ജുമ്മ റാഹത്തല്ല സന്തോഷമല്ല വെച്ചപ്പോൾ റാഹത്താണ് ഉസ്താദെ, അദബ് കുറച്ച് കുറവാണ്. ആചാര്യ എന്നോട് പറഞ്ഞതാണ്, അദബ് കുറച്ച് കുറവാണ്. എന്തൊരു നല്ല അജ്ജുമ്മ എന്നറിയാം. എന്ത് ഹറമിൽ ഇരുന്ന് എത്ര ഖത്തോതി ഉമ്മയാണത്, എത്ര ഖത്തുമുൽ ഖുർആനാണ് ഉമ്മ തീർത്തറിയുക. നല്ലൊരു ഉമ്മ, പക്ഷെ അദബ് കുറച്ച് കുറവാണ്. അപ്പം അജ്ജുമ്മ എന്നോട് ഉസ്താദേ നോക്കാണി, ആ പീഠം നോക്കാണിന്നാണ്, ആ പീഠം നോക്കാൻ. അപ്പം അജ്ജു പറഞ്ഞു, ഞാൻ പറഞ്ഞു പള്ളി പോയിട്ട് നിങ്ങൾ നിസ്കരിക്കണ്ടാറ്. അപ്പോൾ ജമാഅത്ത് അജ്ജുമ്മക്ക് ജമാഅത്ത് വേണ്ട, നിങ്ങൾ പള്ളി പോയി നിസ്കരിക്കണം, പറയാതൊക്കെ പറ്റുമത്. അപ്പം അജ്ജുമ്മ പറയാ, ഉസ്താദേ അതൊക്കെ സഹിക്കുക ഉസ്താദേ, ഓതിക്കോട്ടെ, ഞാൻ നിന്നോളാം. 313 യാസീൻ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ് ഉസ്താദേ, 313 യാസീൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ചില ഭർത്താവാന്ന് വിചാരിച്ചിട്ട് ഭാര്യമാരങ്ങനെ എന്ത് ചൊല്ലിപ്പിക്കുക, പറയിപ്പിക്കുക, അത്ര ചൊല്ലി ഇത്ര ഓത്, അത്ര ചൊല്ലി. സൂക്ഷിക്കണം പുരുഷന്മാരെ, കല്യാണം കഴിച്ചവരൊക്കെ ശ്രദ്ധിച്ചാൽ. എവിടെയെങ്കിലും ഒരു ഉംറ കഴിഞ്ഞ് വരുന്ന അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒന്ന് ചൊല്ലി പറഞ്ഞു വരുമ്പോഴേക്കും അതൊക്കെ അടിച്ചേൽപ്പിക്കരുത്. ഭാര്യമാരെ അടിച്ചേൽപ്പിക്കാൻ പോകരുത്. തമാശ രൂപത്തിൽ മറ്റൊക്കെ പറയാം, തമാശക്ക് വേണ്ടിയിട്ടൊക്കെ അത് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. റസൂലുള്ള പറഞ്ഞ ഐഷുമ്മ ആ വിളിയൊക്കെ നോക്കി നിങ്ങൾ ആ വിളിച്ചിട്ട് ഭാര്യയോട് പറയാ, ഇന്ന് 2 ആൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഒപ്പിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ പോവുക. ചില ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ ഒപ്പിരുന്ന് കഴിച്ചേക്കാരം, പിന്നെ അടുത്ത കാലത്തൊന്നും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഉണ്ട്, നമ്മളെ അറിവിലുണ്ട്, വേറെ നമ്മളെ അറിവിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മജ്ലിസൊന്നും ഇല്ല കേട്ടോ, ഈ മജ്ലിസൊന്നുമില്ല. അങ്ങനെ കൂട്ടിക്കാലി ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുണ്ടാകുന്ന കൂലി എത്രയെന്ന്. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ബർക്കത്താണത്. അതിന് സമയം കാണും, എന്തൊരു ഐശ്വര്യമാണത്. അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, കിടക്കാൻ പോകുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്ന് കിടക്കണമെങ്കിലേ ലാ തനാമി ഹത്താ തഖ്തിമൽ ഖുർആൻ, ഇന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ഖത്ത് ഓതണം, ഒരു ഖത്ത് ഓതിട്ടാണ് കിടക്കാൻ. നമ്മളൊക്കെ നമ്മളെ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, 25 ഖത്ത് അപ്പം കിട്ടും. ഒന്ന് പറഞ്ഞ ഖത്തോതൊന്നും വേണ്ട, ഒരു യാസീൻ ഓതി കിടക്കാൻ പറഞ്ഞു നോക്കി, അപ്പം കാണുന്നതിൻ്റെ ഊക്കെന്താ. ഒരു ഖത്ത് ഓതി കിടക്കണം കേട്ടാൽ. ആയിഷമ്മ അന്ന് മുസാഫ് എന്ന് പറഞ്ഞ കണ്ടല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുസാഫിൽ നിന്ന് ഒതു എടുത്തിട്ട് ഇറങ്ങി ഒരു ഭാഗത്തിരുന്ന് ഓതുകയാണ്. ചെറിയ പെൺകുട്ടിയല്ലേ, അവിടെ ഉറക്ക് വാരിഭാഗമെന്ന് പറയില്ലേ. അപ്പോൾ റസൂലുള്ള പുഞ്ചിരിക്കുന്നുണ്ട് ആയിഷമ്മയുടെ ഉറക്ക് കണ്ടിട്ട്. മഹദി അവர்கள் ഓത്തിൻ്റെ ഇടയിൽ മെല്ലെ എഴുന്നേറ്റ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പെണ്ണല്ല ഞാൻ, ഉറക്ക് വരുന്നുണ്ട്, നേരം വെളുത്തിട്ട് ഓതിയാൽ പോരെ. അല്ലോ റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ആയിഷ, എൻ്റെ പ്രിയപ്പെട്ട ആയിഷ, ഞാൻ നിങ്ങൾ എന്താ പറയാൻ നോക്കാനാണ് 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി പറഞ്ഞതാണ്. 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ് പറഞ്ഞത്. ആയിഷ ഉമ്മയുടെ സന്തോഷം. അങ്ങനൊക്കെ ചെയ്യാം, അല്ലാതെ 313 യാസീൻ എന്ന് പറഞ്ഞിട്ട് ആചാരെങ്ങനെ നെളിഞ്ഞിട്ടെങ്ങനെ ഇരിക്കുക, ഭാര്യയെ കൊണ്ട് ഇങ്ങനെ ഓദിപ്പിക്കുക. അല്ലെങ്കിലും കീർത്തിക്കാൻ പോലെ അമലിൻ്റെ വിഷയത്തിലൊക്കെ ഈ ഭാര്യമാരോട് ഇത്ര നിസ്കാരം ഇന്നത് കീർത്തിക്കാൻ പോകരുത് എന്ന്. അതൊക്കെ അവർ ഇഷ്ടപ്പെടും. നമ്മൾ നല്ലതൊക്കെ പറഞ്ഞു നോക്കുക, നല്ല രൂപത്തിൽ പറഞ്ഞു നോക്കുക. ഏതാനാവട്ടെ, പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളൂ.